കൗടില്യൻ്റെ അർത്ഥശാസ്ത്രത്തിൽ ഒരു രാഷ്ട്രത്തിന് അനിവാര്യമായിട്ടുള്ള 7 ഘടകങ്ങളുണ്ട്. സപ്താംഗങ്ങൾ എന്നാണ് ആ ഘടകങ്ങളെ പറയുന്നത്. ആ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സ്വാമി എന്ന് പറഞ്ഞാൽ സ്വാമി, അമാത്യൻ, കോസ, ദണ്ഡ, ദുർഗം, മിത്രം, ജനപദം. ഇവയാണ് ഈ 7 അനിവാര്യ ഘടകങ്ങൾ ഒരു രാഷ്ട്രത്തിൻ്റെത്. സ്വാമി എന്ന് പറയുമ്പോൾ അത് രാജാവിനെയും, അമാത്യൻ എന്ന് പറഞ്ഞാൽ മന്ത്രി അല്ലെങ്കിൽ ഉദ്യോഗസ്ഥനെയും, കോസ എന്ന് പറഞ്ഞാൽ ഖജനാവ് അല്ലെങ്കിൽ നീക്കുതി, ദണ്ഡ എന്ന് പറയുമ്പോൾ നീതിന്യായ സമ്പ്രദായത്തെയും, ദുർഗം എന്ന് പറയുമ്പോൾ സൈന്യം അല്ലെങ്കിൽ കോട്ട, മിത്രം സഖ്യങ്ങൾ, അതുപോലെ ജനപദം എന്ന് പറയുന്നത് പ്രദേശത്തെയുമാണ്. നമുക്ക് ഈ പേരുകളിൽ നിന്ന് തന്നെ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ജനപദം അത് പ്രദേശമാണ്, ജനങ്ങൾ വസിക്കുന്ന ആ ജനപദം, അതിനെ നമ്മൾ പ്രദേശം, അതൊരു രാഷ്ട്രത്തിന് സ്വന്തമായുള്ള ജനപദമാണ്. ഒരു അനിവാര്യമായ ഘടകം. മിത്രം അത് സഖ്യങ്ങളാണ്. ഒരു രാജ്യം അതിൻ്റെ സഖ്യരാഷ്ട്രങ്ങളൊക്കെ ഉണ്ടാവാം, സഖ്യപ്രദേശങ്ങളുണ്ടാവാം, അതാണ് മിത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദുർഗം എന്ന് പറയുമ്പം സൈന്യം, കോട്ട അതൊക്കെയാണ്. ദണ്ഡ എന്ന് പറയുമ്പം നീതിന്യായ സമ്പ്രദായത്തെയാണ് ഉദ്ദേശിക്കുന്നത്. കോസ എന്ന് പറയുമ്പോൾ ഖജനാവ് അല്ലെങ്കിൽ നികുതി. അമാത്യൻ എന്ന് പറയുമ്പോൾ രാജാവിൻ്റെ മന്ത്രി അല്ലെങ്കിൽ ഉദ്യോഗസ്ഥനാണ്. സ്വാമി എന്ന് പറയുമ്പോൾ രാജാവാണ്. ഈ 7 ഘടകങ്ങൾ ഒരു രാഷ്ട്രത്തിന് അനിവാര്യമാണെന്നാണ് കൗടില്യൻ തൻ്റെ അർത്ഥശാസ്ത്രത്തിൽ പറയുന്നത്.